ഫ്രീ ആയിട്ട് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ്. അപ്പൊ ഒന്നാമത്തെ ഐഡിയ ആണ് സ്പൈസസ്, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഈ കൊണ്ടാട്ടം, പപ്പടം എന്നിവയൊക്കെ നമ്മൾ റീപാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ കാരണം ഇതൊരിക്കലും ഇങ്ങനെ കേടായി പോകില്ല, പെട്ടെന്ന് കേടായി പോകില്ല, ഈസി ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. കാരണം ഇതിനൊരു കോമ്പറ്റീഷൻ ഫീൽഡ് അല്ലാത്ത കാരണം നമുക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാനും പറ്റും. അപ്പൊ ഇതിന് വേണ്ട ലൈസൻസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസും പേപ്പർ ലൈസൻസും ആണ്. ഒന്നാമത്തെ ഐഡിയ ആണ് ഈസി ആയിട്ട് നമുക്ക് റീപാക്ക് ചെയ്ത്, അതായത് ഞാൻ പറഞ്ഞ ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്, സ്പൈസസ്, ഇതെല്ലാം നമുക്ക് ഹോൾസെയിൽ ആയിട്ട് മേടിക്കാൻ കിട്ടും. എന്നിട്ട് നമ്മളത് റീപാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നത്. രണ്ടാമത്തെ ഐഡിയ ആണ് റിസൈൻ ആർട്ട്. നമുക്കിപ്പോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കി ഈ റിസൈൻ ആർട്ട് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതിന്റെ മോൾഡുകളൊക്കെ തുച്ഛമായ വിലയിൽ ഒരു 70 രൂപ 65 രൂപ തൊട്ട് തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ സൈറ്റുകളിൽ അതിന് വേണ്ട എല്ലാം റോ മെറ്റീരിയൽസ് നമുക്ക് അതിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും. നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഓൺലൈൻ ത്രൂ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് മേക്ക് ചെയ്യണതിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുക, ഡെയിലി പോസ്റ്റ് ഇങ്ങനെ ഓൺലൈനിലും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓർഡേഴ്സ് വരും. അപ്പൊ റിസൈൻ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചിട്ട് സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് സ്റ്റുഡൻസിനായാലും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കായാലും ഈ ഫ്രീ ടൈമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് റിസൈൻ ആർട്ട്. നമുക്ക് യൂട്യൂബിൽ തന്നെ നോക്കി പഠിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള കോഴ്സൊക്കെ, 1 ഡേ കോഴ്സൊക്കെ തരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പൊ അവരായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് പഠിച്ചെടുക്കാനും പറ്റും. ഈസി ലളിതമായ രീതിയിൽ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഐഡിയ ആണ് പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. പ്ലാന്റ് അതുപോലെ തന്നെ അതിന്റെ പോട്ട് സെയിൽ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ പോട്ടുകൾ നിർമ്മിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യാം. നമുക്കിപ്പോ ഇഷ്ടംപോലെ രീതി സെറാമിക്, ക്ലേല്, ഒരുപാട് തരത്തിലുള്ള പോട്ടുകൾ ഇന്ന് അവൈലബിൾ ആണ്, ടൈല് കൊണ്ട്. അപ്പൊ ഇതിങ്ങനെയുള്ള പോട്ടുകൾ നമ്മൾ നിർമ്മിച്ച് നമ്മൾ സെയിൽ ചെയ്യാം. അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുക. അതിലൊരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കണേന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ ഓൺലൈൻ ത്രൂ വരെ നമുക്ക് പ്ലാന്റുകൾ സെല് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. നമ്മൾ കുറച്ച് മാർക്കറ്റിംഗ് കൂടി ഇതിന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ തുകയിൽ ഇൻവെസ്റ്റ്മെന്റ് മുടക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് പോട്ടും പ്ലാന്റും സെയിൽ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ ഐഡിയ ആണ് കേക്കും ഫുഡും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കേക്കുകൾ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഓൺലൈൻ വഴി ഇഷ്ടംപോലെ ബേക്കിംഗ് ക്ലാസ്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനാണെങ്കിലും ക്ലാസ്സുകളുണ്ടാവും. അതിന് പുറമെ നമുക്ക് ബേക്കിംഗ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നമുക്ക് സെയിൽ ചെയ്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഈസി ആയിട്ട് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് ഏറ്റവും നല്ലൊരു ഐഡിയ ആണ്. കാരണം തുച്ഛമായ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് പഠിക്കാനും പറ്റും. അതിന് വേണ്ട റോ മെറ്റീരിയൽസിനും ഒരു കൂടിപ്പോയ ഒരു 5000 രൂപയ്ക്ക് താഴെ കണ്ടാൽ നമുക്ക് അതിന് ചെലവും ആവുള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. അപ്പൊ അതിന് ആവശ്യമുള്ള ലൈസൻസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ്, അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ്. ഇനി ഓൺലൈൻ ത്രൂ സ്വിഗ്ഗി, സൊമാറ്റോ പോലത്തെ ആപ്പ് വഴി നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് GST ആവശ്യമാണ് കേട്ടോ. കുറച്ച് ക്രിയേറ്റിവിറ്റി ആയിട്ട് കേക്ക് ഒക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡേഴ്സ് വരെ ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം മുഖേന ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡൊക്കെ അയച്ചു അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ എല്ലാവരും അങ്ങനെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതുപോലെയൊക്കെയുള്ള ഐഡിയകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീൽഡിലേക്ക് ഇറങ്ങാൻ നോക്കുക. പിന്നെ നമുക്ക് ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യുന്നത്, നല്ല ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഇപ്പൊ ബർത്ത്ഡേകൾക്കാണെങ്കിലും ഈ മുസ്ലിം വെഡിങ്സിനൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഐഡിയകൾ, കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇപ്പൊ സ്റ്റുഡൻസിനായാലും അമ്മമാർക്കാണെങ്കിലും അവർക്കൊക്കെ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടപ്രകാരം ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ ഒരുപാട് ഓർഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയകൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ബിസിനസ് ഐഡിയകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്ടിലൈസ് ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം തുച്ഛമായ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയകളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.